അഡ്വർടൈസ്മെന്റ് ആൻഡ് ആനിമേഷൻ ഫിലിം മേക്കർ. അഡ്വർടൈസ്മെന്റിലെ ആനിമേഷൻസ് ഒരുപാട് ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത്, ഏറ്റവും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ആനിമേഷൻസ് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് സുരേഷ് ഏരിയാട്ട്, അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. സുരേഷ് ജി യൂഷ് പാണ്ഡെ ആയിട്ട് ലൈക്ക് 2000 ഏർലി 2000 തുടങ്ങി ഒരുമിച്ച് പല അഡ്വർടൈസ്മെന്റ്സിലും വർക്ക് ചെയ്തിട്ടുള്ളതാണ് ചെറിയ അറിവ്. വിൽ ആസ്ക് ഹിം ഫോർ മോർ. വെൽക്കം സുരേഷ് ജി. Thank you, Ashish. It is quite like really disheartening to know that he went so early. 70 is no age for someone like him. That's yeah. ഞാനും ഇങ്ങനെ ആലോചിക്കായിരുന്നു, പല കാര്യങ്ങളും അങ്ങേരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഇറ്റ് വാസ് വെരി എനർജറ്റിക്, ബബ്ലി, ഫുൾ ഓഫ് പവർ, അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. Yeah. And I think he lived his life fully. So he enjoyed every moment, made everything very happy, and yeah, പല ഘട്ടങ്ങളിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. പേഴ്സണൽ ആയിട്ടുള്ള മൊമെന്റ്സിലും കണ്ടിട്ടുണ്ട്, സെലിബ്രേറ്ററി മൊമെന്റ്സിലും കണ്ടിട്ടുണ്ട്. It's always really, really nice to റിമെമ്പർ ദോസ് മൊമെന്റ്സ്. സോ ഇന്നലെ ഞാനിവിടെ ഇരുന്ന് അതൊക്കെ തന്നെയാണ് ആലോചിക്കുന്നത്. സോ ഫാർ അവേ, ഐ കാൻറ്റ് ഈവൻ ഗോ ആൻഡ് അറ്റൻഡ് ദ ലാസ്റ്റ് റൈറ്റ്സ് ഓർ എനിത്തിങ് ദയർ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു അങ്ങേരെ പറ്റി ഇന്നലെ മുഴുവൻ. അതായിരുന്നു ഒരു ഫസ്റ്റ് ഇന്ററാക്ഷൻ ഓർക്കുന്നുണ്ട്, കാരണം നമ്മള് പഠിക്കുന്ന കാലത്തെ ഇദ്ദേഹത്തിന്റെ ആഡ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. മേരാ തുമാര എന്നുള്ള സംഭവം എനിക്ക് ഇങ്ങനെ എഴുതിയെന്ന് ഇന്നലെ മനസ്സിലായി. ഐ ഡോണ്ട് നോ ദാറ്റ്. അത്രയൊന്നും നമുക്ക് അങ്ങനെ അറിവില്ലല്ലോ. Because we are dealing with an everyday challenge. സംസാരിക്കുമ്പോൾ we are talking to him about a project. I remember Rajasthan tourism sand animation ചെയ്തപ്പോഴത്തേക്കും, that's one time I was at his house discussing the idea, and വെരി കോൺഫിഡൻറ്റ്. നമ്മളിങ്ങനെയാണ് സംഭവം ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ്സ് ഇറ്റ്. അധികം ഒപ്പീനിയൻസ് ഒന്നുമില്ല, അടിപൊളി, വെരി ഗുഡ്, നമുക്ക് വേറൊരു പടം കൊണ്ട് ചെയ്യണം ഫെവിക്കോളിന് വേണ്ടിയിട്ട്. വിൽ ഡു എ ഫിലിം ഫോർ ഫെവിക്കോൾ, ഐ വാണ്ട് സം വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റഫ്. എന്നിട്ട് കഥ പറഞ്ഞു. ഹി ടോൾഡ് മീ എ വെരി നൈസ് സ്റ്റോറി. ദാറ്റ് ഫിലിം ഈസ് സ്റ്റിൽ നോട്ട് മെയ്ഡ്. ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ആ കഥ, he wanted to do it with Pidalite people. So that never happened. So our moment I still remember. That project was like such a killer project. Rajasthan tourism നമ്മൾ സാൻഡ് അനിമേഷൻ ചെയ്ത ഒരു പ്രൊജക്റ്റ്. ഈവൻ വർമ്മ ചെയ്ത ഫിലിംസും ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു ആ സമയത്ത്. രാജസ്ഥാൻ ടൂറിസം ക്യാമ്പയിനിൽ നമ്മളാണ് ലോഗോ ഫിലിം ചെയ്തത് മെയിനായിട്ടുള്ള. ആ ഫിലിം ഡയറക്റ്റ് ചെയ്ത് ഞാനായിരുന്നു. എപ്പോഴും എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ, നോട്ട് ഓൺലി ആനിമേഷൻ, ലൈവ് ആക്ഷനിലാണെങ്കിലും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാനായിട്ടുള്ള പെട്ടെന്ന് അവർ അങ്ങേര് പറയും, എന്നൊന്നും സുരേഷോട് ചോദിക്കാതെ ചോദിക്കും. അപ്പോൾ ടീം then they will come and say, Piyush said that you talk to him before you choose. Several this thing, some of them happen, some of the films didn't happen, but uh, it's always something that is heartening to know that ഇത്രയും നമ്മൾ ഡെയിലി ഇൻട്രാക്ഷൻ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണെങ്കിലും he would always remember you. ആൻഡ് അങ്ങേരുടെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ പേരുകളും ആളുകളും വരും. ഇത് ഈ ഇത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റിന് ചിലപ്പോൾ സുരേഷിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. സോ ടോക്ക് ടു ഹിം, ഹി വിൽ കം അപ്പ് വിത്ത് സംതിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വിടും. ദെൻ ദ ടീം വിൽ കം ആൻഡ് ആസ്ക് മീ ദ സെയിം വേ ദാറ്റ് ദിസ് ഇസ്. സോ അങ്ങനെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് ആദ്യമായിട്ട് കണ്ടത് നമ്മൾ ക്ലിയോ അവാർഡ്സിൻ്റെ സമയത്ത് മയാമിയിൽ വെച്ചിട്ടൊക്കെയാണ്. കാരണം നമ്മളെ ഒരു ജൂറിയിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാലത്ത് ഇന്ത്യയിൽ നിന്ന് വേറെ ആരെയും ജൂറിക്ക് വിളിക്കാറില്ല ക്ലിയോയിൽ. ഇറ്റ് വാസ് ഐ എം ടോക്കിംഗ് അബൌട്ട് 2007.
ആ സമയത്ത് വി ആർ ഇൻ മയാമി അവാർഡ് ഫംഗ്ഷൻ്റെ സമയത്ത് ഒഗിൽവി ടീം മുഴുവനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന്. ഇപ്പോൾ പീയൂഷ് പാണ്ഡെ ഉണ്ടായിരുന്നു. ഇവിടെ ഇവിടെ എത്തിയൊന്ന് യു ആർ ഹിയർ ഓൾസോ. അപ്പോൾ ഇറ്റ് വാസ് ക്വൈറ്റ് ദാറ്റ് ഈവൻ ദാറ്റ് സ്മോൾ ഇൻട്രാക്ഷൻ വാസ് ദ വെരി ബിഗിനിങ് ഫസ്റ്റ് ടൈം ഇൻ യു മെറ്റ്. പിന്നെ IPLൻ്റെ ഫസ്റ്റ് ലോഞ്ച് പടം ഇത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു പടമായിരുന്നു. അത് അങ്ങേര് തന്നെയാണ് വോയിസ് കൊടുത്തേക്കണേ, പീയൂഷ് പാണ്ഡെ തന്നെ. അല്ല, പീയൂഷ് പാണ്ഡെ അല്ല, എനിക്ക് തോന്നുന്നു പ്രസൂൻ പാണ്ഡെ എന്നാണ് കൊടുത്തത്. രണ്ടുപേരുടെ ശബ്ദമുണ്ട്. അപ്പോൾ ആ പടത്തിന് ചെയ്യുമ്പോഴും അങ്ങേര് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ഒരാഴ്ചക്കൊക്കെ ഒരു പടം ചെയ്ത് ഒരു മിനിറ്റിൻ്റെ പടം ചെയ്യാനായിരുന്നു. ദാറ്റ് വി ഫിനിഷ്ഡ് ആൻഡ് ഹി വാസ് വെരി സപ്പോർട്ടീവ് ആ സമയത്ത്. ദെൻ സർട്ടൻ ഡിസിഷൻസ്, ഫോർ എക്സാമ്പിൾ ഞാൻ ബെർലിൻ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് ലീഡർഷിപ്പിൽ എൻറോൾ ചെയ്യുന്ന സമയത്തും ഇങ്ങനോട് ചോദിച്ചു, വാട്ട് യു തിങ്ക് പീയൂഷ്, അടിപൊളി, യു ഗോ ആൻഡ് ഡു ഇറ്റ്, ഇറ്റ്സ് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞു. ആൻഡ് ദാറ്റ് ടൈം ഐ മെറ്റ് ഹിം, ഇൻഫാക്ട് നീലിമ മെറ്റ് ഹിം ഇൻ കാൻ ലയൺസ്. ഒരു തിരക്കുള്ളൊരു സമയത്തായിരുന്നു അങ്ങേരുടെ ചുറ്റിനും. അപ്പോഴും അങ്ങേര് അത് നല്ലൊരു പരിപാടിയാണ്, അത് ഞാനും അതിനകത്ത് അങ്ങേര് ബോർഡിലുണ്ടായിരുന്നു. യു ഷുഡ് ഡു ഇറ്റ്, ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ എല്ലാ സംഭവത്തിലും അങ്ങേര് വളരെ ശ്രദ്ധയോടുകൂടി നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്നു. ഇത്രയധികം ആളുകളെ ആയിട്ട് മീറ്റ് ചെയ്യുന്നതാണ്, ഇത്രയധികം ബ്രാൻഡുകളെ മാനേജ് ചെയ്യുന്നത്. ഭയങ്കര ഡെലിക്കേറ്റ് ബാലൻസുമാണ് ഇത്, ഈ ബ്രാൻഡുകളെ മാനേജ്. നമ്മളൊക്കെ ബ്രാൻഡിനെയൊക്കെ മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ടെമ്പറൊക്കെ പൊട്ടിപ്പോകും. കാരണം ഇവർക്ക് ഒരു ബേസിക് സംഭവം മനസ്സിലാവുന്നില്ലല്ലോ എന്നല്ലേ ഇതിൽ വരുമ്പോഴത്തേക്കും നമ്മൾ വി ഹാവ് ടു എക്സ്പ്ലെയിൻ സോ മച്ച്. പക്ഷേ ഇങ്ങനത്തെ പേഷ്യൻസ് ലെവല് ഒരു ഭയങ്കര, he would make it so light-hearted for them also. I remember we used to make films for Nataraj pencils, Hindustan പെൻസിലിൻ്റെ ഇത്. അപ്പോൾ ആ സമയത്ത് when he used to come for the presentation, the whole family of the owners would actually come, because it will be quite exciting when he comes to talk about the project and ideas and everything, because he is so articulate and so entertaining. അപ്പം അങ്ങനെ ഒരുപാട് ഇറ്റ്സ് an amazing character in terms of versatility, talent, sharpness, extreme sharpness, and very hardworking. This is something that I've heard, that every day before anybody would land up, 9 മണിക്ക് മുമ്പ് he is there and is methodical like crazy. Every meeting is slotted and in exact that much time he would finish. എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. It was very, very proper like that also. Then, yeah, എനിക്കൊന്ന് ലാസ്റ്റ് ഇൻട്രാക്ട് ചെയ്ത് ഐ തിങ്ക് 2020 ഞാൻ ആക്ച്വലി കോവിഡ് കഴിഞ്ഞിട്ട്. ഐ ഡോണ്ട് തിങ്ക് ഐ മെറ്റ് ഹിം ഇൻ ക്യൂരിയസ് ഓൾസോ. കഴിഞ്ഞിട്ട് മുമ്പത്തെ കൊല്ലം ക്യൂരിയസ് അവാർഡ്സ് ഞാൻ പോയപ്പോഴത്തേക്കും, കഴിഞ്ഞ കൊല്ലാന്നോ, അതെ, യെസ്, കഴിഞ്ഞ കൊല്ലം. ദാറ്റ്സ് ലാസ്റ്റ് ടൈം ഐ തിങ്ക് ഐ മെറ്റ് ഹിം. And one common thing about both of his music, I think he is also very മ്യൂസിക്കിനോട് ഭയങ്കര താല്പര്യമുള്ള കക്ഷിയാണെന്ന് തോന്നുന്നു അല്ലേ? ഭയങ്കര റോനെസ്സിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു. അപ്പോൾ അതിന് ഇന്ത്യൻ റൂട്ടഡ്നെസ്സും ഉണ്ട്. എന്ന് വെച്ചാൽ അങ്ങേർക്ക് വെസ്റ്റേൺ സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം അങ്ങേർക്ക്. ഈസ് വെരി ക്ലിയർ, ബട്ട് ഇറ്റ്സ് എ വെരി കോൺഷ്യസ് ഡിസിഷൻ ടു യൂസ് ഇന്ത്യൻ റൂട്ടഡ് സ്റ്റഫ്. ഫോക്ക് മ്യൂസിക്കിനെയൊക്കെ അങ്ങേർക്ക് ഭയങ്കര താല്പര്യമുള്ള സംഭവമാണ്. നമുക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഫോക്ക്. കാരണം ഫോക്ക് എന്ന് പറഞ്ഞാൽ ജനകീയ മ്യൂസിക്കാണല്ലോ. കുറേ കൂടി ഈ ശാസ്ത്രീയം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അത് കുറച്ച് സയൻറ്റിസ്റ്റിൻ്റെ മ്യൂസിക്കായി മാറി. ശാസ്ത്രീയ മ്യൂസിക് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ക്രെം ഡെ ല ക്രെം ലെയർ മാത്രം ഇഷ്ടപ്പെടുന്ന സംഭവമാണ്. പക്ഷെ ഫോക്കിന് ഒരു ഒരു നാച്ചുറൽ വോയിസിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ലേ, ഈ സാധാരണക്കാരുടെ മ്യൂസിക്കല്ലേ, അത് പെട്ടെന്ന് ആളുകളുമായിട്ട് ടച്ച് ചെയ്യും. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഫിലിമുകളിൽ ഒരുപാട് ഉപയോഗിക്കുന്ന ആ ഫോക്ക് ലാംഗ്വേജ് വിഷ്വലിയും മ്യൂസിക്കലിയും ആ ഫോക്കിൻ്റെ ലാംഗ്വേജ് കണ്ടെത്താൻ നമ്മൾ നോക്കും. കാരണം അതുണ്ടെങ്കിൽ ആളുകൾക്ക് വെറുതെ ഒന്ന് മൂടാനും എളുപ്പമുണ്ട്. അതായത് ഈ നമ്മുടെ ശാസ്ത്രീയമായിട്ട് ഉള്ള പാട്ടുകളൊക്കെ ആളുകൾ പാടിയിട്ട് കൊള്ളിക്കാനായിട്ട് ഒരുപാട് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്. പക്ഷെ ഫോക്കിൻ്റെ എല്ലാ ട്യൂണുകളും വളരെ സിമ്പിളായിരിക്കും, ഏവർക്കും പാടാൻ പറ്റുന്നൊരു രീതി ഉണ്ടാവും, മെമ്മറബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഈ ഓൾസോ ലൈക്സ് ദാറ്റ്. ഇറ്റ്സ് എ വെരി കോൺഷ്യസ്
സോർട്ട് ഓഫ് എ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മാസിലേക്ക് വരുമ്പോൾ ടു നോട്ട് ലൂസ് ക്ലാസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. വെൻ യു ആർ ബീങ് മാസി, it's very easy to lose class. Majority of Bollywood films and all, you may see that they lose the class to be the mass. But in advertising, he always, looked at the fact that, they were retaining the class while making it mass. അതൊരു വലിയൊരു സംഭവം അങ്ങേരുടെ. So he knew exact those ingredients that went into that. അതായത് ഈ ഈ ഭയങ്കര ബോറ് തേർഡ് ക്ലാസ് മ്യൂസിക് ഒന്ന് ഉപയോഗിച്ച് അതിനെ മാസാക്കാനായിട്ടുള്ള ശ്രമമില്ല. ബട്ട് he will do it with amazing finesse, sophistication. മാത്രമല്ല ഒരു ഏറ്റവും വലിയ സംഭവം വെച്ചാൽ അങ്ങേര് ഈ ഓവർ ഇൻ്റലിജൻസോ മൈക്രോ മാനേജ്മെൻറ്റിൻ്റെ ഒരു ആളല്ല. നമ്മുടെ കഴിവിന് പറ്റിയൊരു സംഭവം നമുക്ക് തരികയാണെങ്കിൽ then it is he believes in it, and he would not come back and like അരെ അതൊരു സംഭവം അത് ശരിയല്ല ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് that's not his style of working. When you're interesting someone and you are giving it to an expert, then let the expert bring the expertise rather than you trying to put your expertise through him. ആ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് എ ഗ്രേറ്റ് ക്വാളിറ്റി. വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് ഐ തിങ്ക് majority of the creative people in this industry should learn that, because everybody would like to have their signature or stamp. Appo today, when you see so many campaigns have a signature, and if you talk to the makers of the film, he must have agreed to okay, this is the big core idea. He would sign off on that. In certain things, the lines crafting also he would get involved. Then after that, he gives it to people and he looks at it. He will give the feedback, which is very topographic. No, no. He will look at it in an overall scenario and give his feedback, and then he's okay with it. And then he will go and defend for you. A client, he will go and tell the client that this is the best, and this is it. This is the amazing thing. അങ്ങനെയാണ് രാജസ്ഥാൻ ടൂറിസത്തിൻ്റെ കേസിലും, because it was to the government, and I think he went and convinced them. It was not supposed to be a film, a sand animation film. When I proposed, let's do sand and let's work with sand animation, then I think through the team, he went and pushed them and said that this is the most appropriate thing to do it. അങ്ങനെയാണ് ആ പ്രൊജക്റ്റ് ഉണ്ടായത് തന്നെ. So he pulled out a budget that was not even there to do that film, is what I understand. So, but he knew that it's a classic film that will stand the test of age and time. And so അങ്ങനത്തെ ആളുകളൊക്കെ വളരെ റെയറാണ്, who are so charged with everything. And emotionally, ചില പടങ്ങൾ കാണുമ്പോൾ I've heard that he cries, big time. So he gets touched by things very easily because he's emotionally very open. It's not like a restricted emotion thing. ഇതിപ്പോ ഇന്നലെ ഞാൻ വി കെ പി സാറായിട്ട് സംസാരിച്ചേ. അപ്പോ ബിക്കോസ് വി കെ പി സാർ സ്റ്റാർട്ടഡ് ഹിസ് കരിയർ ഇൻ ഓഗ്ലിവി വിത്ത് ഹിം. അപ്പൊ ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഹി ഓൾസോ വാസ് ടോക്കിംഗ് അബൌട്ട് ദ ഓപ്പൺനെസ് ഇൻ ദ ബ്രീഫിംഗ്. അതങ്ങനെ പിന്നെ അഗെയിൻ ഹി വാസ് ചന്ദ്രബാബു നായിഡുവിന്റെ ഒരു പ്രോജക്ട് ചെയ്യുമ്പോൾ ഹി വാസ് സെയിങ് ദാറ്റ് ദിസ് ഇസ് ദ ബെസ്റ്റ്. സോ ഓൾമോസ്റ്റ് ദ സെയിം ലൈൻസ് ദാറ്റ് ഐ ക്യാൻ റീകോൾ ആസ് ഇൻ വാട്ട് ഹി വാസ്. Because അങ്ങേരുടെ ഒരു ഇത്, I think he doesn't get into the micromanagement and takes charge when it is required. Where his intelligence is only can make a difference, he takes that charge. And അതിന് വേണ്ടിയിട്ടുള്ള conviction is there, that he's such a supporter of storytellers. ഞാനത് വരയ്ക്കാനുള്ള കാര്യം ഇന്നലെ ആലോചിച്ചപ്പോഴത്തേക്കും, under him all of us thrived, as directors and
storytellers. We all thrived because it was, he made creativity an approachable uh, entity than it being very, uh, what do you call, very elite in that sense. So അങ്ങേര് വളരെ അതിനെ സിംപ്ലിഫൈ ചെയ്ത് he made it very much like it's not like an intellectual formula. He just made it like it is pretty much like common sense, and it's most difficult to find that very simple things in life because you need to be so bright to bring that simplicity in your work. അപ്പം and he could see that connection. ഇപ്പോൾ നമ്മൾ രാജസ്ഥാനിന് വേണ്ടി മണ്ണ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഈ മണ്ണ് വച്ചിട്ടുള്ളൊരു കഥ പറയാന്ന് പറയുന്നത്, രാജസ്ഥാൻ്റെ മണ്ണിനെ വെച്ചിട്ട് തന്നെ രാജസ്ഥാൻ്റെ കഥ പറയുകയാണ്. ഇറ്റ്സ് എ വെരി, ബട്ട് രാജസ്ഥാൻ, ഐ തിങ്ക് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ദാറ്റ് ടൈം തോട്ട്, അയ്യോ നമ്മുടെ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഒരു കൾച്ചർ, നമ്മുടെ ഒരു രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഇന്ത്യയിലെ വേറെ ഒരു ഇതുമില്ല. അപ്പോൾ ഹൗ ക്യാൻ യു ഷോ ഇറ്റ് വിത്ത് ജസ്റ്റ് മണ്ണുണ്ട്, ഹൗ ക്യാൻ യു ഷോ ഇറ്റ് വിത്ത് സാൻഡ്? So then I think he had his own defenses to kind of convince him. I was not part of that defense thing. ചോദിക്കാൻ വരെയായിരുന്നു ആക്ച്വലി ഈ മൈക്രോ മാനേജ്മെന്റ് കാര്യം പറയുമ്പോൾ. കാരണം ഇപ്പൊ ഒരു ഹീസ് റൈറ്റർ ആൻഡ് ഒരു ഐഡിയേഷൻ എന്നുള്ള പാർട്ട് വൺസ് ഹി ഡസ് ദാറ്റ് ആൻഡ് while doing like artwork or animation, it's like you get the nuances and there is chances that there is improvisation happening, one on top of the, yeah, of course. ഇപ്പോ നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോഴും സുരക്ഷി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എത്രയാണോ ഫുട്ടേജ് വേണ്ട അത്ര മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ, നോട്ട് ലൈക്ക് അതിനും കൂടുതൽ നമ്മൾ ചെയ്യാറില്ല, ബിക്കോസ് യു ഹാവ് ക്ലാരിറ്റി. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ഇംപ്രവൈസേഷൻ വരുമ്പോൾ there could be some, അങ്ങനത്തെ ഞാൻ ആലോചിക്കുന്നു. Because ഒരു ഒരു ബേസിക് ലെവലിൽ അഡ്വർടൈസ്മെന്റ് ഒരു ഒബ്ജക്റ്റീവ് ലെവലിൽ കണ്ടില്ലെങ്കിൽ, ഭയങ്കര ഡീപ്പായിട്ട് നമ്മൾ പോയി അനലൈസ് ചെയ്തൊക്കെ ചെയ്യുകയാണെങ്കിൽ, വിച്ച് മസ്റ്റ് ഹാവ് ബിക്കം ഹിസ് സെക്കൻഡ് നേച്ചർ ഫോർ ഷുവർ. കാരണം അനാലിസിസും സാധനങ്ങളും എല്ലാം മസ്റ്റ് ബി ലൈക്ക് ക്വിക്ക് പ്രോസസ് ഇൻ ഹിസ് മൈൻഡ്. അപ്പോൾ അങ്ങനെ കാണുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് ദിസ് ഇസ് വർക്കിംഗ് നൗ, ഐ ഡോണ്ട് നീഡ് ടു ലൈക്ക് ഗെറ്റ് ഇൻ ടു നെറ്റിഗ്രിറ്റി. കാരണം there are several layers of his team members who will get into nitty-gritties if at all it is needed. So he looks at it in a way where, this is beautiful, it's working. അപ്പോൾ അങ്ങനെ ഒരു ലെവലിൽ അങ്ങനെ നോക്കുന്നു, or he looks at it and say no, it's not working. അപ്പോൾ then, unlike a client who will say, oh, it's not working for me, he will tell you why it is not working. ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടല്ലോ, ബിക്കോസ് ഹീസ് സോ ടാലന്റഡ് ഓൾസോ, യു ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് വൈ ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ്, സോ ഡു സംതിങ് ഹിയർ ആൻഡ് ഇറ്റ് വിൽ വർക്ക്. ഐ തിങ്ക് ദാറ്റ്സ് എ അമേസിംഗ് സെൻസിബിലിറ്റി. ഇപ്പൊ ഇമോഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിലും, ലൈക്ക് ബിക്കോസ് ഐ റെഡ് ഇൻ ഹിസ് ബുക്ക് പാൻഡമോണിയത്തിൽ പറയുന്നുണ്ട് ലൈക്ക് ഹൗ ഹീസ് അറ്റാച്ച്ഡ് ടു ദ ഫാമിലി, 7 സിസ്റ്റേഴ്സും 2 ബ്രദേഴ്സ്, ആൻഡ് ഐ മീൻ എപ്പോഴും സമയം കിട്ടുമ്പോൾ ഒക്കെ ഗോ ബാക്ക് ടു ദ ഫാമിലി എന്ന് പറയുന്ന ഒരു സാധനം വിച്ച് യു ഓൾസോ ഫോളോ ഫോർ ദാറ്റ് മാറ്റർ. സോ മെനി സച്ച് തിങ്സ് ലൈക്ക് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ വി ക്യാൻ റിലേറ്റ് ടു വൈ ഇസ് ഇറ്റ് സോ. ലൈക്ക് ഭയങ്കര ക്ലോസ് നെറ്റ് ഫാമിലി എന്ന് വരുന്നതാണല്ലോ. ഐ നോ പ്രസൂൻ ബിക്കോസ് പ്രസൂൻ നമ്മുടെ സീനിയർ ആയിരുന്നു, പ്രസൂൻ പാണ്ഡെ ഫ്രം NID. And I mean, not that I have seen him at campus because he finished much early than me. Sonal Dabral, his creative director, creative partner ആയിരുന്നു Piyushന്റെ. So he was also from NID. And in fact, through Sonal only I got an entry point to Ogilvy. But Prasoon also is like, they are all very tightly knit family. Kino, Abhijit Avasti, Sideways Consulting agency ഉണ്ട്, that is his nephew. ഇവരൊക്കെ ഭയങ്കര ക്ലോസ് നെറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഐ തിങ്ക് ദാറ്റ് ദീസ് ആർ ലൈക്ക് വെരി ഡീപ്പ് ഇന്ത്യൻ വാല്യൂസ്, നമ്മൾ you take care for each other, and so that's not very I mean, I think if someone is not caring about it only you may want to mention, but these are all very human sort of
nature, especially for Indians. Still, it's inspiring that not necessarily നമ്മളൊരു ഒരു ഏജ് കഴിയുമ്പോൾ ആ ഒരു ക്ലോസ് നിറ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ബട്ട് earlier today I was reading how Ishta his niece had written about him. അപ്പൊ അവരുടെ അതിന്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ and how closely they were, so it's quite, നമ്മൾ വായിക്കുമ്പോഴും നമുക്ക് ആ ഒരു it's very nice. Yeah. That bonding, that Fevicol bonding is there in between humans. Yeah. I think, I mean, that's bound to be there, no? That's very, very close family. And I know പ്രസൂനെയും കിനുവിനെയും അവരെയൊക്കെ അറിയാം എനിക്ക്. അപ്പോൾ I know they're all very, very, very beautiful people. It is a big loss for industry when you look at it. But one of the nicest thing is Piyush also has nurtured his next generation creative force at Ogilvy also to be like that. Avarim, they are also, they look at it in an overarching creative way. They don't get into too much nitty-gritty. Angane, it's I think that sort of a training is very good. So because of what they are handling so many projects, and you can't necessarily give justice to everything if you are going to get into micromanagement. So I think that's the general training I have seen at Ogilvy, and probably one of the reasons we do a lot of work with them, maximum work with them also. Thank you so much. In fact, I know ഇപ്പോൾ റഷ്യയിൽ ഇരുന്നുകൊണ്ട് being a jury, I don't know whether being a jury whether you are allowed to talk about what is there, but ഒരു എന്താണ് സംഭവം എന്ന് പറയുകയാണെങ്കിൽ it would be good, I think. It's one of the biggest festivals here. It's called Big Cartoon Festival. അപ്പോൾ അതിൻ്റെ ഒരു ജൂറിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ആയിരുന്നു എൻ്റെ ഓപ്പണിംഗ് സെറമണി. ബട്ട് ഐ എം ഓൾവേസ് ലുക്കിംഗ് forward to such festivals because you always get to see what is the current in this space globally, how the global creative voices are raising their concerns over how the world is moving today. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഒക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും films കാണുമ്പോൾ. Of course, new techniques, new storytelling ways, those things are anyway there. But mostly, what are they concerned about? What are they reflecting upon? ഈ ഒരു സംഭവം, especially animation filmmakers are very sensitive, and animation filmmaking is also a very private sort of a expression. It's not like you have to shoot with 100, 200 people, and your dependency for making a film is on so many parameters. For an animation filmmaker, it is him or her and their space. They can just put anything into our animation idea. So what are their it's very important to to kind of understand what concerns the current band of filmmakers. Yeah, so I'm looking forward to it. Apart from that, Exodus-ൽ എന്താണ് പുതിയതായിട്ട് സംഭവിക്കുന്നത്? Well, there are several new things they are trying. We have been in talks with some people to develop our features off the ground. So there are multiple things going on. I think one by one we'll be able to reveal them. Thank you so much for your time. While being in Russia, you allowed this much time. We'll connect soon once you're back. Sure, Ashish. Thank you so much. Yeah. Thank you. Yeah. Bye. All the best for the jury and the remaining functions there. Thank you so much. Thanks.